ഇന്ന് നമ്മളൊരു പിടിക്കറിയാണ് റെഡിയാക്കുന്നത്. മലബാർ സ്പെഷ്യലായിട്ട് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്. സാധാരണ കറി പോലെയല്ല കേട്ടോ, ഒരു സ്വീറ്റ് ആയിട്ടുള്ള വേർഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പിടി കറി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള പിടി റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. ചോറ് വെക്കുന്ന ഏത് പുഴുങ്ങലരി ആയാലും കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് വേവുന്ന പൊന്നിയരിയൊക്കെ പോലത്തെ അരി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഈ അരി നമുക്ക് കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്തിട്ട് അത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ പിടി ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ 1 കപ്പ് പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 3 കപ്പ് പാല് വെച്ചിട്ടുള്ള പായസം, പിടി പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് അരി അരച്ചിട്ടുള്ള മുഴുവൻ പിടി ആവശ്യം വരില്ല. ഒരുപാട് പിടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെയുള്ള അരി കൊണ്ട് ഉണ്ടാക്കുന്ന പിടി മതി ശരിക്കും. പക്ഷേ എൻ്റെ മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു 1 കപ്പ് അരിയെങ്കിലും വേണം, എന്നാലും നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പൊന്നിയരിയാണ്. നമ്മൾ 1 കപ്പ് അരി എടുത്തതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. ഇനി ഗ്രൈൻഡറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. ഒരുപാട് അരിയൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിലാവുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അരഞ്ഞു കിട്ടാനായിട്ട്. കാരണം നമ്മളിത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ. കൂടുതൽ വെള്ളം ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ എത്രത്തോളം വെള്ളം കുറച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും അതുപോലെ ചെയ്യാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ മാക്സിമം ചേർക്കുക. അത്യാവശ്യം നല്ല തണുത്ത വെള്ളം ചേർക്കാനും കുറച്ചുകൂടെ പെട്ടെന്ന് അരഞ്ഞു കിട്ടിക്കോളും. അരച്ചെടുക്കുന്ന സമയത്ത് ബാക്കി വെള്ളം നോക്കിയിട്ട് തന്നെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരി ഇപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിക്സിയിൽ തരി ഇല്ലാതെ അരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ ഓരോരുത്തരുടെ മിക്സി അനുസരിച്ച് ചിലപ്പോൾ ഫാസ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഈ അരച്ച് വെച്ചിട്ടുള്ള അരിയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങൾ അരി ഒരു പകുതി അരയുന്ന സമയത്ത് ചേർത്താലും മതി. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് ചേർക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ. ഇതുപോലുള്ളൊരു 2 പിഞ്ച് ഉപ്പ് മതിയാകും. കാരണം നമ്മൾ അരിയിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ഉണ്ടെങ്കിലേ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഒന്നുകൂടെ കറക്കിയെടുത്താൽ മതി. ഇനി ഇത് ഞാനിവിടെ ഒരു തോർത്തിലേക്കാണ് മാറ്റുന്നത്. കാരണം ഇത് നമുക്ക് നല്ലൊരു മാവായി കിട്ടണം. നമുക്ക് ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാൻ പാകത്തിനുള്ളൊരു മാവായി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു തോർത്തിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ മാവൊന്നും ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കാതെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിനു വേണ്ടി തോർത്തൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല വൃത്തിയുള്ള തോർത്ത് തന്നെ എടുക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാവ് ഒന്ന് ടൈറ്റ് ആക്കി എടുത്താൽ മതി. ഇനി പുഴുങ്ങലരി പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട്. മാവ് തുറന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാവും കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മളെ മാവിൽ കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി അരി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 15 മിനിറ്റ് വെച്ചത് ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് ഒക്കെ വെക്കേണ്ടി വരും. ഒരു ഇത്തിരി വെള്ളം കൂടുതലുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിക്കോളും. കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിനി ചെറിയ ചെറിയ പിടിയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരു ചെറിയ വാഴയിലയുടെ പീസ് വെച്ചിട്ടുണ്ട്. ഇതില്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഡയറക്റ്റ് ഇട്ടാലും മതി, കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഇനി പിടി ഉരുട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയൊരു ബോൾസാക്കി കയ്യിലെടുക്കുക. കയ്യിൽ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് വളരെ ചെറിയ ചെറിയ പിടിയാക്കി എടുക്കണം. നമുക്ക് റൗണ്ട് ഷേപ്പ് വെറുതെ ബോളാക്കിയിട്ടോ അതല്ലെങ്കിൽ കുറച്ച് നീളത്തിൽ എങ്ങനെയാണോ നമുക്ക് ഇഷ്ടം ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. കുറച്ച് നീളത്തിലായിരിക്കും കാണാൻ ഭംഗി, കഴിക്കാൻ നല്ലതോ. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. എപ്പോഴും നമ്മൾ ഇതിനു വേണ്ടി പിടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വലുതാവാനേ പാടില്ല കേട്ടോ. വലുതായി കഴിഞ്ഞാൽ പായസത്തിലിട്ട് കുടിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക. ഇത് തന്നെ കുറച്ച് വലുതാണ്, ഇതിനേക്കാളും ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നമ്മൾ പൊന്നിയരി കുതിർത്ത് അരച്ചിട്ടാണല്ലോ ഈ ഒരു അരിമാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് പകരം നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയും നമ്മൾ പത്തിരിക്ക് വാട്ടുന്ന പോലെ കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് മുന്നിൽ നിൽക്കുക ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. സാധാരണ പത്തിരിപ്പൊടി കുഴച്ച് ഇതുപോലെ തന്നെ പിടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പിടിയും റെഡിയാക്കി എടുക്കുക. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പിടി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇത്തിരി സമയം വേണ്ടി വരും റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 1 കപ്പ് അരി വെച്ചിട്ട് അരച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ട് വേണ്ടി വരില്ല. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അത്രയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ മാവ് കൊണ്ട് നമുക്കൊരു ഇത്തിരി നമുക്ക് ആവശ്യമുണ്ട്. ബാക്കി ഒരു 1-2 പത്തിരിയൊക്കെ ചൂടാനോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പിടി ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് മസാലയാക്കിയിട്ട് കുഞ്ഞിപ്പത്തിരിയൊക്കെ പോലെ കുട്ടികൾക്ക് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ ഒരു വലുപ്പത്തിലുള്ള മാവ് നമുക്ക് എടുത്തിട്ട് ഒന്നങ്ങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം.
നമുക്ക് ലാസ്റ്റ് ഈ ഒരു പായസം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ 3 കപ്പ് പാല് വെച്ചിട്ടുള്ള പായസമാണ് റെഡിയാക്കുന്നത്. ഇനി നിങ്ങൾ 4-5 കപ്പൊക്കെ പാല് വെച്ചിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് അരി കൊണ്ട് ഉണ്ടാക്കുന്ന പിടി കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ എടുക്കുക. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പിടി നമുക്കിനി ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റീമറിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-12 മിനിറ്റ് ഒക്കെ മാക്സിമം മതിയാവും. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആ പിടി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് കുക്കാവാൻ പാടില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. മാക്സിമം ഒരു 10-12 മിനിറ്റ് മതിയാകും. അപ്പോൾ ഈ റെഡി ആയിട്ടുള്ള പിടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അതിന് മുൻപ് ഒരു ഇത്തിരി പച്ചവെള്ളം ഒന്നങ്ങ് തെളിച്ച് കൊടുക്കുക. നമ്മൾ പിടി ലാസ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇത്തിരി പച്ചവെള്ളം, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് മുൻപ് ഒരു കാര്യം കൂടി ചെയ്തു വെക്കണം. കുറച്ച് കടലപ്പരിപ്പ് വേവിച്ച് വെക്കണം, ചനാദാൽ. അതുകൂടെ നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ തന്നെ മതിയാവും. ഒരുപാട് വെന്തോടേണ്ട. ഇനി കുതിർത്തിട്ടില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 വിസിലൊക്കെ മതിയാവും. അങ്ങനെ വേവിച്ചെടുത്തുള്ള കടലപ്പരിപ്പാണിത്. 1/4 കപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് 1/2 കപ്പ് കടലപ്പരിപ്പായിട്ട് ഉണ്ടാവും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാനിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 കപ്പ് പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലല്ല, പശുവിൻ പാലിലാണ് നമ്മളിത് ചെയ്യുന്നത്. 3 കപ്പ് പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ പാല് തന്നെ മതി. പിന്നെ ലാസ്റ്റ് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെ എടുക്കുക. 1/2 കപ്പ് വരെ അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ നമുക്ക് പിടിയിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരമൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 കപ്പ് എന്തായാലും വേണ്ടി വരും. മധുരം വളരെ കുറഞ്ഞ ചിലപ്പോൾ പിടിയിലേക്ക് പഞ്ചസാര മധുരം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. പഞ്ചസാര ഒന്നങ്ങ് മെൽട്ടായി വരട്ടെ. പഞ്ചസാര മൊത്തത്തിൽ അങ്ങ് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പിടി കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഇതിലേക്ക് കറക്റ്റ് അളവ് തന്നെയായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പാലൊന്ന് തിളച്ച് വരട്ടെ. ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ തിളയ്ക്കും. നമുക്ക് ആ പഞ്ചസാര മധുരം ആ ഒരു പിടിയിലേക്ക് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. പിടി ചേർത്തതിന് ശേഷം ഒന്നങ്ങ് പാല് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു പഴം ചെറുതായി മുറിച്ച് ചേർക്കുന്നുണ്ട്. പഴം എന്ന് പറയുമ്പോൾ നേന്ത്രപ്പഴം. ഈ വലിപ്പത്തിലുള്ളൊക്കെ പഴമാണെങ്കിൽ ഒന്ന് ചേർക്കുക. ഭയങ്കര വലുതൊക്കെ ആണെങ്കിൽ ഒരു പകുതി മതി. നിങ്ങൾക്ക് എത്രത്തോളം പഴം ചേർക്കട്ടോ അതിനനുസരിച്ച് മാക്സിമം 1 മതി. ഇനി അതല്ല അതിൻ്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു പഴത്തിൻ്റെ പകുതി അളവായാലും മതിയാവും. പഴം ഇതിൽ ചേർത്ത് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് 1/2 കപ്പ് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പഴം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നോളൂ. പാല് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടാൽ മതി. ആ പിടിയിലേക്ക് മധുരം പിടിക്കാനും പഴം വെന്ത് വരാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പം അത്യാവശ്യം പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഈ സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അരി അരച്ചതിൽ നിന്നും ചെറിയൊരു ബോൾ, ഇത് നമുക്ക് ഇതിലേക്ക് ഒന്നങ്ങ് കലക്കി ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ അരി അരച്ചതില്ല, നമ്മൾ പൊടി വെച്ചിട്ട്, അത് സാധാരണ പത്തിരിപ്പൊടി കൊണ്ടാണ് നിങ്ങൾ പിടി ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ഇതേപോലെ എടുത്തിട്ട് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കറിപ്പായസം അത്യാവശ്യം നല്ലൊരു തിക്നെസ്സോട് കൂടിയിട്ട് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിയുടെ ആ ഒരു മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് വെക്കുക. ഹൈ ഫ്ലെയിമിലായിട്ട് പെട്ടെന്ന് തിളച്ച് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള അരിമാവ് ഉണ്ടല്ലോ, അത് വേവാത്തൊരു പച്ച രുചിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുന്നത് വരെ തന്നെ വെയിറ്റ് ചെയ്യുക. ഒരു 3-4 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും. ചെറിയ തീയിലിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്കൊരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പൊടിയായിട്ടില്ലെങ്കിൽ ആദ്യമേ ഒരു 2 ഏലക്ക ഒന്നങ്ങ് ചതച്ചിട്ട് കൊടുത്താലും മതിയാകും. ഇപ്പോൾ നമ്മുടെ പിടിക്കറി ഏകദേശം തിളച്ചിങ്ങനെ കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പൊടി കുഴച്ച് പിടി ഉണ്ടാക്കിയ സമയത്ത് ഇത്തിരി ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ ഒരു പായസം. അപ്പോൾ നമുക്കൊരു ടേസ്റ്റിൻ്റെ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക, കൂടുതൽ വേണ്ട. ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുന്ന സമയത്ത് ഇപ്പം അത്യാവശ്യം തന്നെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കുറുകൽ വേണോ അതിനനുസരിച്ച്, എത്രത്തോളം തിക്നെസ് കൂടണോ ആ ഒരു തിക്നെസ് മതി കേട്ടോ. ഒരുപാട് തിക്കാവാനും നിൽക്കണ്ട, ഒരുപാട് ലൂസാവും വേണ്ട.
അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1/4 പാല് അത് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നങ്ങ് ചൂടായി കിട്ടിയാൽ മതി. പിന്നീട് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു ലൂസിൽ കുടിക്കുമ്പോഴായിരിക്കും ടേസ്റ്റിന്. നന്നായിട്ട് കുറുകണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കുറച്ച് സമയം കൂടെ വെച്ചാൽ മതി. പക്ഷേ ഈ സമയത്ത് ഒരുപാട് കുറുക്കണ്ട. നമ്മൾ അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി തിക്നെസ് കൂടിക്കോളും. അപ്പോൾ ഒരുപാട് തിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ചൂടോട് കൂടി തന്നെ പാലിൽ വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കാഷ്യൂ കിസ്മസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മളൊരു ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് തന്നെ മതിയാകും. അപ്പോൾ ഇത് നമുക്ക് നെയ്യ് ചേർത്ത് ചൂടോട് കൂടി തന്നെ അടച്ചു വെക്കാം. ഇത് ഉണ്ടാക്കി ഉടനെ കുടിക്കുന്നതിനൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇളം ചൂടോട് കൂടെ കുടിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴായിരിക്കും നമ്മളിതിൽ ചേർത്തിട്ടുള്ള പിടിയിലേക്കൊക്കെ കറക്റ്റ് മധുരമൊക്കെ ആയി കിട്ടിയിട്ടുണ്ടാവുക. ഈ ഒരു കറിപ്പായസം നമ്മളിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർത്തിട്ടുള്ള വേർഷനാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ശർക്കര ചേർത്തിട്ടും ചെയ്യാം വേറൊരു രീതിയിൽ തന്നെ, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ. ഇതിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് ആളുകൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഈ ഒരു സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്